പിതൃത്വം ഉറപ്പിക്കാനുള്ള DNA പരിശോധന സ്വകാര്യതയുടെ ലംഘനമാവരുതെന്ന് സുപ്രീം കോടതി. പിതൃത്വം അറിയാനുള്ള അവകാശം വ്യക്തിക്കുണ്ടെങ്കിലും സംശയിക്കപ്പെടുന്ന ആളിന്റെ സ്വകാര്യത മാനിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. മലയാളി യുവാവിന്റെ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. അമ്മയുടെ വിവാഹേതര ബന്ധത്തിലെ മകനാണോ താനെന്നാണ് യുവാവിന് ഉറപ്പിക്കേണ്ടിയിരുന്നത്. താൻ സംശയിക്കുന്നയാളാണോ അച്ഛനെന്ന് DNA പരിശോധനയിലൂടെ ഉറപ്പിക്കുകയും വേണം. ശേഷം ജീവനാംശം വാങ്ങണം. ഇതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. നിയമപരമായ വഴിയിലൂടെ തന്നെ ഇതിനായി നീങ്ങി. കേസ് സുപ്രീം കോടതി വരെ എത്തി. എന്നാൽ പിതാവാര് എന്നറിയാനുള്ള അവകാശം ഹർജിക്കാരനുണ്ടെങ്കിലും നിർബന്ധിച്ച് DNA പരിശോധനയ്ക്ക് ഒരാളെ വിധേയമാക്കുന്നത് അയാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 1989 ഹർജിക്കാരന്റെ മാതാവ് വിവാഹിതയാകുന്നത്. 1991 ഇവർക്ക് ഒരു മകളുമുണ്ടായി. 2001 ഹർജിക്കാരൻ ജനിച്ചത്. 2003 ഭർത്താവുമായി വേർപിരിഞ്ഞു. 2006 നിയമപരമായി വിവാഹമോചനവും നേടി. മകന്റെ ജനനരേഖകളിൽ നിന്ന് അച്ഛന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് അമ്മ 2006 കൊച്ചിൻ മുനിസിപ്പൽ കോർപ്പറേഷനെ സമീപിച്ചിരുന്നു. തനിക്ക് വിവാഹേതര ബന്ധത്തിൽ ഉണ്ടായതാണ് മകനെന്ന് ഇവർ അധികൃതരോട് പറഞ്ഞിരുന്നു. എന്നാൽ കോടതി ഉത്തരവില്ലാതെ പേര് മാറ്റാൻ സാധിക്കില്ല എന്നറിഞ്ഞതോടെ അമ്മയും മകനും ചേർന്ന് നിയമ പോരാട്ടം തുടങ്ങി. ഹൈക്കോടതിയിൽ നിന്നും DNA പരിശോധനയ്ക്ക് അനുമതി ലഭിച്ചു. ഇതിനിടെ ഹർജിക്കാരൻ പിതാവെന്നാരോപിക്കുന്ന വ്യക്തി സുപ്രീം കോടതിയെ സമീപിച്ചു. അമ്മയ്ക്ക് ചികിത്സാ ചെലവുകൾ ഉണ്ടെന്നും ജീവനാംശം വേണമെന്നും വാദിച്ചു. യുവാവ് ജനിച്ച സമയത്ത് അമ്മ നിയമപരമായി ഭർത്താവിനൊപ്പമാണ് ജീവിച്ചിരുന്നതെന്നും മകനെ പരിപാലിക്കേണ്ട ചുമതല ആ വ്യക്തിക്കാണെന്നും വാദിയുടെ അഭിഭാഷകൻ വാദിച്ചു. പിതൃത്വവും നിയമസാധുതയും വ്യത്യസ്തമായ ആശയങ്ങളാണെന്ന് മകന്റെ അഭിഭാഷകനും വാദിച്ചു. ആരുടെ മകനെന്നറിയാൻ അവകാശമുണ്ടെങ്കിലും സംശയം കൊണ്ട് മാത്രം നിർബന്ധിതമായി DNA പരിശോധനയ്ക്ക് ഒരാളെ വിധേയമാക്കുന്നത് ആ വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി. പിതാവെന്ന് സംശയിക്കുന്നയാളുടെ സ്വകാര്യത മാനിക്കണമെന്ന് പറഞ്ഞ ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ച് DNA പരിശോധന വേണമെന്ന് 23-കാരന്റെ ഹർജി തള്ളുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.